അതെ, ഞാനൊരു പുളുന്താൻ കെട്ടിയവനാണെന്നും നിന്നെ എനിക്ക് പേടിയാണെന്നൊക്കെ നാട്ടിലൊരു സംസാരമുണ്ട്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചെറ്റേണ്, അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ, കൊച്ചേണോന്നും കാര്യാക്കണ്ട. ഇവിടെ ഒരുത്തന് നിന്നോട് ചെറിയൊരു കണ്ണുവാട്ടുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ആര്? ജോസോ? അതെ, ആ ചെറ്റാനെ. അവനെന്റെ കയ്യെ കിട്ടാനല്ലേ ഇടിച്ചവന്റെ. ജോസാ, ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലേക്ക് ഇട്ടുള്ളൂ. നാവെടുത്ത് വായിലോട്ടല്ലാതെ പിഴിഞ്ഞെടുത്ത് അടയിലേക്ക് ഇടാൻ പറ്റൂ? പറ്റില്ല. പശു വെയിലത്ത് കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോട്ടെ ജോസേ, ഇന്നും കയ്യിന്ന് പോയി. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? പ്രസിഡന്റിനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യല്ലേന്ന്. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്തേ? ഈ പുറത്ത് നിൽക്കുന്നവന്മാരോട് റോഡിന്റെ കാര്യം വരാ പറഞ്ഞേ. അവളെങ്ങനെ ചെയ്യോ? അത് എന്നോട്. ഞാനാ ഇന്ന് 11 മണിക്ക് വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. തോലച്ച് ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? ജോസേട്ടനെ ഞാൻ വിളിച്ചായിരുന്നു, പരിധിക്ക് പുറത്താന്ന് പറഞ്ഞു. ഓ, എന്നാലും അരീശം വരാതിരിക്കൂ. അത്രയ്ക്കും വലിയ പ്രശ്നമായത്? എന്റെ പ്രസിഡന്റ്, ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ. അടങ്കൽ തുക 2 കോടി രൂപ, കേന്ദ്ര ഗ്രാമവികസന വകുപ്പിന്റെ പ്രത്യേക പദ്ധതി. കേന്ദ്രത്തിന്റെ എല്ലാ അനാഥ ഗർഭവും ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തനില്ലേ, ദേശീയ നേതാവ് മാമച്ചൻ. കഴിഞ്ഞ ദിവസം ഇതേ റോഡിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുട്ടിയുടെ ചായക്കടയിലിരുന്ന് ഇവൻ പറയുന്നത് ഞാൻ കേട്ടതാ. എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്ന ഈ മാമച്ചൻ. നമ്മള് നോക്കി കളിച്ചില്ലേ, ഇതും അവനങ്ങ് കൊണ്ടുപോവേ. പ്രശ്നാവോ? ഞാൻ അറിഞ്ഞത് വെച്ച് 5-ാം തീയതി കഴിഞ്ഞേ മാമച്ചൻ വരത്തുള്ളൂ. പ്രസിഡന്റ് തൽക്കാലം വിശദീകരണ യോഗത്തില് വലിയ വിശദീകരണമൊന്നും കൊടുക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നാ ചെയ്യാൻ നോക്കുന്നു. ഞാനും ആലോചിക്കട്ടോ നിന്നെന്ത് ചെയ്യാൻ പറ്റൂന്ന്. ശാന്തിപുരം ജയഗിരി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയ ജനനേതാക്കൾക്ക് ശാന്തിപുരം പൗരാവലിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ. ബഹുമാന്യയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ആസിഫ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാലയിടണ്ടേ? അപ്പുറത്തേക്ക് മാറി പൊട്ടിക്കാനുള്ള സംഭവമൊക്കെ റെഡി. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് എവിടെ കിട്ടാനാ? പടക്കത്തിന്റെ കാര്യമോട് പറഞ്ഞത്. അതൊക്കെ എപ്പോഴേ റെഡി, പൊട്ടിയാ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബഹുമാന്യയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മൾ ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ശ്രീമതി ജമീല ആസിഫ് ഇതായി വേദിക്ക് സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ജമീല ആസിഫിനെ നിറഞ്ഞ നമസ്കാരം. ലേറ്റ് ആയില്ലോ. ഒന്ന് മാറിയ പെങ്ങൾ, അല്ലെങ്കിൽ അവൻ എന്റെ ഭാര്യയുടെ അടുത്ത് വന്നിരിക്കും. മാറും. പണി തുടങ്ങി. അത് വേണ്ട, ഞാൻ ഇരിക്കൂ. ഭായിയോ ഓർ ബഹനോ? അതാരാ? ബഹുമാന്യ അധ്യക്ഷ ശ്രീമതി ജമീല ആസിഫ്, വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ, എനിക്ക് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. എത്രയോ വർഷങ്ങളായുള്ള നമ്മുടെ ആവശ്യം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഇത്രയും മനോഹരമായ സ്വീകരണം എനിക്ക് വേണ്ടി ഒരുക്കിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ. സത്യത്തിൽ ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കാൻ കാരണക്കാരായത് 2 വ്യക്തിത്വങ്ങളാണ്. ആർക്കെങ്കിലും പറയാവോ അതാരൊക്കെയാണ്? അതെ, ബഹുമാന്യയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷോളിയും വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ജോസുമാണ് ആ 2 മഹത് വ്യക്തിത്വങ്ങൾ. ഇന്നലെ വരെ ജോസിനെ തള്ളിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ. ഇവരിതെന്നാ പറ്റിയതാണ്? ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ കുറെ നാളുകളായി ശ്രീമതി ഷോളി ജോസും ശ്രീമതി ഷോളി മാത്യുവും ശ്രീമാൻ ജോസും ഈ ഒരു പദ്ധതി നടത്തി തരണമെന്ന ആവശ്യവുമായി പലതവണ എന്നെ വന്ന് കാണുകയുണ്ടായി. മർമ്മപ്രധാനമായ പല രഹസ്യങ്ങളും ഞാൻ പ്രസിഡന്റുമായി പങ്കുവച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഡൽഹിയിൽ വെച്ച്
ഗ്രാമവികസന മന്ത്രി ശർമാജിയുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കുകയും ചെയ്തു. ശർമാജിയെ കണ്ടിറങ്ങി ഉടൻ തന്നെ ഞാൻ ജോസിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. ജോസേ, അതെ, ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പ്രസിഡന്റിനെയും ജോസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിനോട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇവിടുത്തെ ആവശ്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് ലോക്കൽ നേതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പഠിക്കണം. ജനങ്ങളുമായി തുറന്ന ചർച്ചകൾ വേണം. എന്നിട്ട് തന്നെ ഒന്ന് കാണും. ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനുണ്ടാവും കൂടെ. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടി നിങ്ങളിൽ ഒരുവനായി നിങ്ങളോടൊപ്പം ഇതുവരെ എന്ന പോലെ എന്നും ഞാനുണ്ടാവും. ഈ വിഷയങ്ങളിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ജോസും പ്രസിഡന്റും ഒക്കെ. പക്ഷേ ഞാൻ സംസാരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി ജമീല ആസിഫിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. പ്രതിപക്ഷത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് മണിയാനി കുട്ടിച്ചന്റെ നേതൃത്വത്തിൽ കുഞ്ഞുമോനും കൂട്ടരും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുക. അതിനവിടുന്ന് ആരും ഇല്ലല്ലോ. അതിനവർക്ക് ആള് വേണമെന്നില്ല. അവന്മാർ അങ്ങനെ കുറെ നാറികൾ. ഏവരുന്ന് ഇതിൽ ഒന്നിനും പെടാത്ത ഒരു സാധനം വെള്ളിമൂങ്ങ. നമുക്ക് തിരിച്ചടിക്കാം. പിന്നെ അങ്ങനെയാ. എന്നാന്നോ? ഹലോ ഗോപി. സ്വാമിയോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നേ. ഓഹോ, ഇപ്പൊ എത്തിയുള്ളൂ. ഒരു ഉദ്ഘാടനം. അങ്ങനെ വിട്ടാ ശരിയാവുമല്ലോ. അപ്പൊ ശരി, നീ വരുന്നില്ലടാ? പിന്നെ പുറകിലോട്ട് കയറ്. അടുത്തൊന്നും വണ്ടിയില്ല. പോയേക്കാം. എവിടെയായിരുന്നു യാത്ര? ഡൽഹിയിലെ ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്നേ. ഉടനെങ്ങാനും മന്ത്രിയാവോ മാമച്ച? മാമച്ച പൈസ വേണ്ട, നീ വെച്ചോ. നാളല്ലാത്ത വെള്ളിയും വെള്ളിയിട്ട് നടന്നോളും. വലി എന്റെ അപ്പനെ കുറെ വലിപ്പിച്ചല്ലേ മക്കളെ. ഇത് പിടിച്ചേ. കടയിലൊന്നും ഇല്ലായിരുന്നല്ലോ. സെന്റൽ കഴിഞ്ഞ് വന്നോ വെള്ളപ്പാറ്റ? നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. നിന്റെ കുറച്ചെങ്കിലും ഗുണം അവറ്റകൾക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ. തള്ള ചത്തില്ലേ? ഇല്ലടാ നാറി. നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്നു നിന്റെ അപ്പൻ. നാട്ടുകാരെ കൊണ്ട് എന്നും നല്ലതേ പറയിച്ചിട്ടുള്ളൂ. അതിനിപ്പ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഒട്ടും മോശക്കാരനല്ലല്ലോ. അല്ല, ഇന്നും ജീപ്പിന്റെ മുന്നിൽ തന്നെ കയറി പറ്റിയില്ലയോ? കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോ ആരാണ്ട് പറയുന്നേ കേട്ടതാ, മുന്നിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഓട്ടോയിൽ കയറത്തില്ലെന്ന്. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാൽ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു സ്വന്തതി. ആ അപ്പന്റെ പേരെ ഒരു നോട്ടീസിലാക്കി ബാങ്കിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്, ജപ്തി നോട്ടീസ്. അതും കൂടെ തള്ളറിയുന്നല്ല. അങ്ങനെ ഒരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും നീ അത് അടച്ചു കാണുമെന്ന് ഈ അമ്മച്ചിക്കറിയാം. ആ പരിപാടി ഞാനങ്ങ് നിർത്തി. അമ്മയുടെ പുന്നാര പോലല്ലേ വില്ലേജ് ഓഫീസർ, ഒറ്റയ്ക്ക് സമ്പാദ്യം നിർത്തിയേച്ച് അവനോട് അടച്ചോളാൻ പറ. ബെസ്റ്റ്. അവന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ട് എനിക്ക് ചാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയാവിടെ എല്ലാവരെയും എനിക്കറിയാം. വേണ്ടേ, ആ താലിപ്പെണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ തെങ്ങ കയറണം. ഇവിടെ ഇന്നും നടക്കായിരുന്നോ? വില്ലേജ് ഓഫീസർക്കും രാജകുമാരിക്കും ഇപ്പൊ വേറെ പൊറുതി പോണം പോലും. മാരണങ്ങളോ. അല്ല സാലിയെ, നീ എന്നാ കോളും കൊണ്ടിറങ്ങിയതാ? ഞാൻ ചേട്ടായി കാണാൻ വേണ്ടി തന്നെ വന്നതാ. ആണോ? ഇവരുടെ അങ്ങ് നിനക്ക് പറ്റിയ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയി കണ്ടാലോ? നിന്നോട് ഇനി കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞിട്ടില്ല. എത്ര ആലോചന നീ കൊണ്ടുവന്നിട്ടുള്ളേ? അതിൽ പകുതി നീ മുടക്കി, പകുതിന്റെ കെട്ടിയവനും മുടക്കി. ഇതങ്ങനല്ലടാ, നമുക്ക് ചേർന്ന കുടുംബക്കാരാണെന്ന്. നീ കണ്ടില്ലയോ പെണ്ണിനെ? പ്രായം എന്നാ ഉണ്ടെന്നാ പറഞ്ഞേ?
ഈ ഡിസംബറിൽ 32 തികയും. നിന്റെ അമ്മായിപ്പം വിധവയായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അയാളോട് ഇട്ടോളം പറ. 32 വയസ്സായി. പിന്നെ നിനക്ക് എത്ര വയസ്സുള്ളതിനെ കിട്ടുമെന്നാ? കിട്ടുകയാണെ മതി. അയ്യടാ മാമച്ചോ, നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയാവോ? അതുകൊണ്ടല്ല അമ്മച്ചി, ഒരു 24-25 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേർ വീട്ടിൽ നിന്നാൽ എന്തോ തകരാറുണ്ടെന്നാ. അപ്പൊ 40 കഴിഞ്ഞ് നീ നിൽക്കുന്നതോ? അതിന് തകരാറൊന്നും ഇല്ലയോ? കഞ്ഞി കുടിക്കാനും സമ്മതിക്കാൻ. ഓ എന്റെ അമ്മച്ചി. എന്താ ആ ഫ്ലോ അങ്ങ് പോയി. അതെ ചേട്ടായി, 32 എന്നൊക്കെ അമ്മച്ചി ചുമ്മാ പറയുന്നതാ. നല്ല കൊച്ചാ, ചേട്ടയ്ക്ക് ഇഷ്ടമാവും. അളിയൻ കണ്ടാന്നോടി. എന്നാ നോക്കണ്ട, ആ 4 മടക്കിക്കോളൂ. വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ അങ്ങോട്ട് ചാടി വരട്ടെ. എന്നാ അമ്മച്ചി? ഇവങ്ങനെ പൂവ് അലർജിയാണോ? കണ്ടിട്ട് പാച്ചിന് ഇപ്പൊ വന്ന പോലുണ്ടല്ലോ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ പിന്നെ വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ വിളിക്കായിരുന്നു, കേട്ടില്ല. ചെവിയിൽ പപ്പിരിക്കല്ലായിരുന്നോ? അല്ല, എന്നാ കാര്യങ്ങൾ? വാ പറയാം. എടാ, ജോസിനി അടുത്ത കാലത്തൊന്നും തല പൊക്കുകയല്ല. അത് കൂട്ടുപണിയിൽ ഞാൻ നിലവിട്ട് കൊടുത്തേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് ജോസിന്റെ പപ്പും പുടയും പറിക്കാൻ നടക്കാതെ ഒരു വാർഡ് മെമ്പറെങ്കിലും ആയിക്കൂടെ? എടാ പാച്ച, വെറുതെ ഒരു വാർഡ് മെമ്പറാൻ വേണ്ടിയല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. അല്ലാതെ നാട്ടുകാർ സമ്മതിക്കാനിട്ടല്ല. നീ നോക്കിക്കോ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ DMC കയറുന്ന ദിവസം മാമച്ചൻ ഡൽഹിക്ക് പറക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറക്കാം. ജോസിനായിട്ട് നല്ലൊരു പണി ആവശ്യിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. കാണിച്ചു തരാം. മുറ്റടിക്കായിരിക്കും അല്ലേ? അല്ല, പൊറോട്ട അടിക്കുക. എന്തൊക്കെ അറിയണം. മുറ്റടിക്കുന്ന പോലെ തോന്നി. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി. അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ. ഒന്ന് മാറിയേട്ടാ, ജോസിന് കാറ്റുകൊള്ളട്ടെ. പ്രസിഡന്റിനെ വിവരം അറിയിച്ചായിരുന്നോ? ഞാനിതെങ്ങനെ പ്രസിഡന്റിനോട് പറയുന്നു? ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ് ജോസേ. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്. എന്ത്? ഫ്ലസ്റ്റ്. ഇവിടെ എന്താ ആൾക്കൂട്ടം? ജോസിന് വളഞ്ഞു വെച്ചേക്കണം. നമസ്കാരം. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? കർത്താവേ, മാമച്ചൻ ചത്തോ? ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ. എന്നാ പറ്റിയതാ? നെഞ്ചുവേദനയായിരുന്നു. ഇയാൾക്കൊരു ചെറുക്കല്ലേ ഷാപ്പി? അവൻ എവിടെയെന്ന് ആർക്കറിയാം. പണ്ട് കുഞ്ഞുട്ടിയുടെ റേഡിയോ അടിച്ചോണ്ട് പോയതാ. എത്ര മണിക്ക് എടുക്കും? മാഡം, പെട്ടിയിലൊരു കണ്ണു വേണം. പെട്ടിയിലല്ല, നിന്റെ അടുത്താ കണ്ണു വേണ്ടുള്ളൂ. പോയി എടുക്കണോ? ജോസ് വീണ്ടും ആത്തായി. വേറെന്തോ വലുത് വരാനിരുന്ന. വേണ്ട, എനിക്കുണ്ട്. പത്രാഫീസ് കൊണ്ട് കൊടുക്കും. ശരി. ചാർലി അറിയിച്ചോ? ഇല്ല. എവിടെയാന്നും കൊണ്ടാ? അടക്കപ്പെടാന്നാ പറഞ്ഞേ. 10 മണിക്ക് അച്ഛനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, അച്ഛനെ വിളിച്ച് അടക്ക് വൈകിട്ടത്തേക്കാക്കാൻ പറ. ചാർലി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അല്ലെ പിന്നെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? 4-5 കസേര ഇറക്കിയിട്ട് ടാർപ്പായം വലിച്ചേറ്റിട്ട് സോഡ കുടിക്കാൻ ആർക്കും പറ്റും. അച്ഛനോട് ഞാൻ പറഞ്ഞാൽ മതി. ശരി. അതെ, നിങ്ങളിത് ആരെ വിളിക്കുന്നത്? അച്ഛനെ അടക്കിന്റെ സമയം മാറ്റാൻ പറഞ്ഞു മാമച്ചൻ. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങോന്നേ, സോഡ കുടിക്കാം, വാ.
എന്തിനാ 30 രൂപ കൊടുക്കാൻ പോയത്?